ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. നാരിമാരോടു വേളി പറയുമ്പോഴും പിന്നെ തന്നുടെ ജീവൻ ഇപ്പോൾ പോമെന്നു തോന്നുമ്പോഴും എന്നതുപോലെ ധനമൊക്കെ പോയിടുമ്പോഴും എന്നിവ നാലിങ്കലും അസത്യം പറഞ്ഞാലും എന്നുമേ ദോഷമില്ല എന്നു കേളിയുമില്ലേ. വിസ്തരിച്ചവൾ ചൊന്നതെന്തിനു പറയുന്നു, സിദ്ധിച്ചാൾ ഭൂപാലനയെന്നവളെന്നെ വേണ്ടു. ശർമ്മിഷ്ഠയ്ക്കന്നു തന്നെ ഗർഭവും ഉണ്ടായി വന്നു, നിർമ്മലനായിട്ടൊരു പുത്രനും ഉണ്ടായല്ലോ. അന്നു തൊട്ടരനും ശർമ്മിഷ്ഠ തന്നിൽ ചിത്തം നന്നായി രമിച്ചിതു. പിന്നെയും ദിനം പ്രതി അന്നൊരു ദിനം വന്നു ശർമ്മിഷ്ഠ തന്നെ കാൺമാൻ മന്നവനുടെ ഭക്തിയാകിയ ദേവയാനി. അപ്പോഴേ കുമാരനെ കാണായി തേജസ്സോടും അത്ഭുതം തോടി ചൊല്ലു. പെറ്റവാറെങ്ങനെ നീ, പെറ്റവാറെന്തു പറയാവതുമെടോ. പുനരെത്രയും ദിവ്യനായോരാദിത്യനെന്ന പോലെ വന്നൊരു നരനെ മെല്ലവേ തഴുകിനാൻ എന്നതേ അറിഞ്ഞു ഞാൻ എന്നവൾ ചൊന്ന നേരം. നന്നായതെങ്കിലെന്നു പോയിതു ദേവയാനി. പിന്നെയും നൃപനവൾ കാണാതെ പുണർന്നീടും. നന്ദനന്മാരും പാടെ 3 പേരുണ്ടായി വന്നു. ചന്ദ്രാർക്കാനല തേജസ്ത്രിതയമെന്ന പോലെ ദ്രുഹിവും അനുദ്രുഹ്യു പൂരുവെന്നതുമല്ലോ മുഖ്യന്മാരാകും അവർ 3 നാമങ്ങളും. അങ്ങനെ ചെല്ലും കാലം ഭൂപാലനൊരു ദിനം അങ്കനാരത്നമായ ദേവയാനിയും താനും ഒന്നിച്ചു മധുപാനം ചെയ്തിതു. വഴി പോലെ തന്നെത്താൻ മറന്നിതു ദേവയാനിയും. അപ്പോൾ മതിരാപാനം ചെയ്തു മധുരപാനം ചെയ്തും മദനൻ തെരുതരെ വലിച്ചു കൂരം പെയ്തും മനസ്സി മതം കലർന്നോരനുരാഗം